ഹലോ ഫ്രണ്ട്സ്, ഇനി വരുന്ന എപ്പിസോഡിൽ ലച്ചുവിന്റെയും ഗോവിന്ദിന്റെയും വിവാഹം നടക്കാതിരിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ദക്ഷ ആശയുടെയും മുന്നിലെത്തി ഗോവിന്ദിനോടുള്ള ലച്ചുവിന്റെ സമീപനത്തെ കുറിച്ച് പറയുന്നു. ലച്ചു ഒരിക്കലും ഗോവിന്ദനെ വിവാഹം കഴിക്കാൻ താല്പര്യം കാട്ടുന്നില്ല എന്നും ലച്ചുവിന്റെ മനസ്സിൽ ഇപ്പോഴും സഞ്ജു മാത്രമാണെന്നും ലച്ചുവിന്റെ മനസ്സിൽ സഞ്ജുവിനോടുള്ള സ്നേഹത്തിന് ഒരിക്കലും അതിരുകൾ ഇടാൻ കഴിയുകയില്ല എന്നും മറിച്ച് സഞ്ജു ലച്ചുവിന്റെ ഭർത്താവ് എന്ന നിലയിൽ ലച്ചു ഇപ്പോഴും സഞ്ജുവിനെ ആരാധിക്കുന്നുണ്ടെന്നും അതോടൊപ്പം ഗോവിന്ദനെ വിവാഹം കഴിച്ചാലും സഞ്ജുവിന് എന്തെങ്കിലും ഒരു ആപത്തുണ്ടാകുന്നു എന്ന് അറിയുന്ന ആ നിമിഷം ലച്ചു അവിടെ പറന്നെത്തുമെന്നുമൊക്കെ ആശയുടെ മനസ്സിൽ വിദ്വേഷമുണ്ടാക്കുന്നതും ആശയുടെ മനസ്സിൽ ലച്ചുവിനെ തന്നെ മരുമകളായി സ്വീകരിക്കുന്നതിനോട് എതിർപ്പ് കാട്ടുന്ന രീതിയിലുള്ള വാക്കുകൾ ദക്ഷയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. എല്ലാം കേൾക്കുന്ന ആശ വിഷമത്തോടെ ദക്ഷയോട് പറഞ്ഞു, ഇതൊന്നും എനിക്കറിയാമായിരുന്നില്ല, ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് ദക്ഷ പറയുമ്പോ ദക്ഷയോട് ആശ പറയുന്നത് കേട്ട് ദക്ഷ ചോദിച്ചു, എന്തായാലും ഭദ്രമൂസതിന് ഇതുപോലെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് എന്തിനാണ് ഒരു സംബന്ധം ആലോചിക്കുന്നത്? ഭദ്രമൂസതിന്റെ കുടുംബത്തിലേക്ക് ഇങ്ങനെ ഒരു ബന്ധം വേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കുടുംബവുമായി ബന്ധം സ്ഥാപിച്ചെടുക്കേണ്ട ആവശ്യകതയുണ്ടോ എന്ന് ദക്ഷ അന്വേഷിച്ചു. എന്തായാലും ഗോവിന്ദനോട് ഒരിക്കലും ലച്ചു നീതി പുലർത്തുകയില്ല എന്നും ഗോവിന്ദുമായിട്ട് ഒരിക്കലും സ്നേഹത്തോടെയുള്ള ഒരു ബന്ധം ലച്ചുവിന് ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് ആശയുടെ മനസ്സിൽ വീണ്ടും ആശങ്ക ഉടലെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ദക്ഷയുടെ ഭാഗത്ത് നിന്ന് നടത്തുന്നു. ദക്ഷ അവസാനം ആശയോട് പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ അല്ലയോ എന്ന് വേണമെങ്കിൽ ലച്ചുവിനോട് തന്നെ ചോദിച്ചോളാനും, മാത്രമല്ല ഇപ്പോൾ മംഗലശ്ശേരിക്ക് വലിയൊരു ആപത്തുണ്ടാക്കാനായി മംഗലശ്ശേരിയിലേക്ക് വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ് കവിത എന്ന ആ കൊലയാളി. ഏത് നിമിഷം വേണമെങ്കിലും അവിടെ ഇനിയും മരണങ്ങൾ സംഭവിക്കാം. അങ്ങനെ അവിടെയുള്ള എല്ലാവരുടെയും നേരെ ഏത് നിമിഷവും മരണവുമായി പിന്നാലെ നടക്കുന്ന കവിതയെ പോലെയുള്ള ഒരു സ്ത്രീ ആ വീട്ടിലുള്ളപ്പോ എങ്ങനെ ഗോവിന്ദനെ സമാധാനത്തോടെ ആ കുടുംബത്തിലേക്ക് വന്നു കയറാൻ കഴിയും? ഒരിക്കലും ഗോവിന്ദന്റെ ജീവനും കവിത ആപത്തുണ്ടാക്കുമെന്നും ഗോവിന്ദന്റെ ജീവന് പോലും കവിത ഒരു ഭീഷണിയായി മാറുകയാണ് എന്ന് ദക്ഷ ആശയെ ഓർമ്മിപ്പിച്ചു. എല്ലാം കേട്ടതിന് ശേഷം വിഷമത്തോടെ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയെത്തുന്ന ആശ ഗോവിന്ദന്റെ അരികിലെത്തി പറഞ്ഞു, മോനെ, ഈ വിവാഹം നമുക്ക് വേണോ? നീ അതിനെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് ആലോചിക്കേ. ഈ വിവാഹവുമായി മുന്നോട്ട് പോകുന്നത് നമുക്ക് ആപത്തുണ്ടാകുന്ന കാര്യമല്ലേ മോനെ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കേട്ട് ആശങ്കയോടെ ആ വാക്കുകൾ കേട്ട ദക്ഷയുടെ വാക്കുകളിൽ നിന്ന് കേട്ടിരുന്ന ദക്ഷയുടെ വാക്കുകളിൽ നിന്ന് ഉണ്ടായ ആ ഭയം അമ്മയുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് ഗോവിന്ദ് തിരിച്ചറിയുന്നു. ദക്ഷ തീർച്ചയായും അമ്മയെ കണ്ടിട്ടുണ്ടെന്നും ഗോവിന്ദ് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഗോവിന്ദ് അമ്മയോട് പറഞ്ഞു, അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല, എനിക്ക് ഒരാപത്തും സംഭവിക്കില്ല. ഇത്രയും വലിയൊരു ആപത്തിൽ നിന്നല്ലേ ഞാൻ രക്ഷപ്പെട്ടു വന്നത്, അതും ലച്ചുവിന്റെ ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. അതിനാൽ എന്റെ ജീവൻ ആപത്ത് ഒരു കാലത്തും സംഭവിക്കില്ലമ്മേ. ലച്ചുവിനെ പോലെ ഒരു പെൺകുട്ടി എന്റെ കൂടെ ഉണ്ടെങ്കിൽ അവൾ എന്റെ ജീവിത പങ്കാളിയായി വന്നു ചേർന്നാൽ നമ്മുടെ കുടുംബത്തിനും എനിക്കും എന്നും ഐശ്വര്യവും സുരക്ഷിതത്വവും ലച്ചുവിന്റെ ആ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ ഉണ്ടാകും. ദേവി കടാക്ഷമുള്ള പെൺകുട്ടിയാണ് ലച്ചു എന്നെല്ലാം ആശയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഗോവിന്ദ് ശ്രമിക്കുമ്പോൾ ആശയുടെ മനസ്സ് വീണ്ടും ആകെ അസ്വസ്ഥമായി. ഇത് തിരിച്ചറിഞ്ഞ മുത്തശ്ശൻ അരികിലേക്ക് എത്തുന്നു. മൂസത് ആശയ്ക്കരികിലെത്തി ആശയോട് സംസാരിച്ചു, മോളെ, നിന്റെ മനസ്സിന്റെ ആകുലത എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ലച്ചുവിനെ പോലെ ഒരു പെൺകുട്ടി ഒരിക്കലും നമ്മുടെ ഗോവിന്ദന് ഒരു രീതിയിലും ഒരാപത്തുണ്ടാക്കുന്ന ഒരുവളല്ല. മറിച്ച് നമ്മുടെ കുഞ്ഞിന്റെ ജീവൻ സംരക്ഷിക്കുകയെ അവൾ ചെയ്യുകയുള്ളൂ. അവളുടെ സാന്നിധ്യം നമ്മുടെ മോന്റെ ജീവന് ആപത്തിൽ നിന്ന് അവനെ രക്ഷിക്കുന്ന ഒരു കൈത്താങ്ങ് തന്നെയാണ് എന്ന് മൂസത്തിന്റെ വാക്കുകൾ ആശയുടെ മനസ്സിന് ആശ്വാസമേകി. എല്ലാം ആശ കേട്ട് സമാധാനപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ആശയോട് വീണ്ടും മൂസത് പറഞ്ഞു, ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല മോളെ. നമ്മുടെ കുഞ്ഞിന് ആപത്തുകളൊന്നും ഉണ്ടാവില്ല, അത് എനിക്ക് ഉറപ്പാണ്. നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ മഹാദേവൻ എന്നും കാവലായി നമ്മുടെ മക്കൾക്കൊപ്പം ഉണ്ടാകും എന്ന് മൂസത് ആശയെ സമാധാനിപ്പിച്ചു. എല്ലാം കേട്ടതിന് ശേഷം ആശയുടെ മനസ്സിൽ ഇപ്പോഴും ആശങ്കകൾ അതുപോലെ തന്നെ നിലനിൽക്കുമ്പോഴും എങ്കിലും അച്ഛന്റെ വാക്കുകൾ വിശ്വസിക്കാമെന്ന ഉറപ്പിന്മേൽ വിവാഹം നടത്താമെന്ന് തന്നെ സമ്മതിക്കണം. അതിനുശേഷം മംഗലശ്ശേരിയിൽ ആരുടെയെങ്കിലും ജീവൻ താൻ എടുക്കുമെന്നും പ്രത്യേകിച്ച് സഞ്ജുവിന്റെയും സ്വാതിയുടെയും ജീവനാണ് തനിക്ക് വേണ്ടതെന്ന് മുറവിളി കൂട്ടിക്കൊണ്ട്
അവിടേക്ക് വീണ്ടും വന്നെത്താനുള്ള കവിതയുടെ ശ്രമത്തെ എങ്ങനെയും തടയുമെന്ന രീതിയിൽ തന്നെ സഞ്ജു അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. അവിടെ പോലീസുകാർക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സഞ്ജു ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ആ ചടങ്ങിൽ ലച്ചുവിന്റെയും ഗോവിന്ദന്റെയും വിവാഹ മുഹൂർത്തത്തിന് മുൻപ് മറ്റൊരു ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടായേക്കുമെന്നും ഏത് നിമിഷം വേണമെങ്കിലും കവിത അവിടേക്ക് പാഞ്ഞെത്തി അവിടെയുള്ളവരുടെ ജീവന് ഭീഷണി ഉയർത്തുമെന്നും സഞ്ജു തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ കവിതയുടെ മുന്നിലേക്ക് ഒരു കാരണവശാലും തന്റെ കുടുംബത്തിലുള്ള ഒരാൾ പോലും ആപത്തിലകപ്പെടും വിധം ചെന്നെത്തിപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കാൻ സഞ്ജു വേണ്ട നീക്കങ്ങൾ നടത്തി. ഇതിനോടകം കവിതയ്ക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള വഴിയൊരുക്കിയ മുംബൈയിലും ബോംബെയിലുമുള്ള ആളുകൾ അവരുടെ എല്ലാവരുടെയും കൃത്യമായ നീക്കങ്ങളും അവരുടെ സഹായത്തോടെ കവിത ആ മണ്ഡപത്തിലേക്ക് എത്തിച്ചേർന്നു. ലച്ചു ഗോവിന്ദന്റെ ഭാര്യയാവുകയില്ല എന്നും തന്റെ അമ്മയെ കൊന്നത് ലച്ചുവാണെന്നും അതുകൊണ്ട് തന്നെ എന്റെ അമ്മയുടെ കൊലയാളിയെ ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യുമെന്നും എനിക്ക് വേണ്ടത് സഞ്ജുവിന്റെയും സ്വാതിയുടെയും ജീവനാണെന്നും അതോടൊപ്പം തന്നെ മംഗലശ്ശേരിയിലെ സ്വത്തും തനിക്ക് സ്വന്തമാകണമെന്നുള്ള ദുരുദ്ദേശത്തോടെ കവിത മണ്ഡപത്തിലേക്ക് പാഞ്ഞെത്തി. മണ്ഡപത്തിൽ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി ലച്ചു മണ്ഡപത്തിലേക്ക് കയറുന്ന സമയത്ത് മുത്തശ്ശന്റെയും സഞ്ജുവിന്റെയും സ്വാതിയുടെയും ശ്രീദേവി അമ്മയുടെയും എല്ലാം അനുഗ്രഹം വാങ്ങിച്ച് വളരെ സന്തോഷത്തോടെ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് മകളെ അനുഗ്രഹിക്കാനായി അവിടേക്ക് എത്തിയ കാഞ്ചനയുടെയും പ്രഭയുടെയും കാലുകൾ തൊട്ട് വണങ്ങി ലച്ചു സന്തോഷത്തോടെ ഗോവിന്ദന്റെ ഭാര്യയാകുന്നതിന് വേണ്ടി ആ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് വെച്ചു. ഗോവിന്ദ് തന്റെ ഏറ്റവും വലിയ സ്വപ്നം സഫലമാകാൻ പോകുന്ന പ്രതീക്ഷയിലും സന്തോഷത്തിലും എല്ലാവരെയും നോക്കി പുഞ്ചിരി തൂക്കിക്കൊണ്ട് ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടാനായി ആ മണ്ഡപത്തിൽ ഉപവിഷ്ടനായി അങ്ങനെ സന്തോഷപൂർവ്വം ഇരിക്കുമ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്ന് അവിടെ മറ്റൊരാളുടെ ആഗമനം അവിടെ സംഭവിച്ചു. അപ്രതീക്ഷിതമായി ആ മണ്ഡപത്തിലേക്ക് ഓടിയെത്തുകയാണ് കയ്യിൽ ഒരു തോക്കും പിടിച്ചുകൊണ്ട് എല്ലാവരെയും വെല്ലുവിളിച്ച് മുഖത്ത് ഒരു പുഞ്ചിരി പരത്തി ആ മണ്ഡപത്തിന് നടുവിലൂടെ മറ്റുള്ളവർക്കെല്ലാം ഭീഷണി ഉയർത്തിക്കൊണ്ട് കവിത അവിടേക്ക് നടന്നെടുത്തു. കവിതയുടെ ആ വരവ് കണ്ടതോടെ മുത്തശ്ശൻ ആകെ ദേഷ്യത്തിലാവുന്നു. കവിത മണ്ഡപത്തിലേക്ക് വന്നെത്തിയ ആ നിമിഷം മുത്തശ്ശൻ കവിതയ്ക്ക് നേരെ തിരിഞ്ഞു. നിന്നോട് ആരാ ഇവിടേക്ക് വരാൻ പറഞ്ഞത്? നീ എന്തിനിവിടേക്ക് വന്നു? നിനക്ക് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല, ഇവിടെ നീ നിൽക്കേണ്ട കാര്യമില്ല എന്നും മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ കവിതയോട് അവിടെ നിന്ന് മടങ്ങിപ്പോകാനായി അറിയിച്ചു. കവിത അതെല്ലാം കേട്ട് ഉടനെ തന്നെ ലച്ചുവിന്റെ അരികിലേക്ക് എത്തി. ലച്ചുവിന് നേരെ തന്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ തോക്ക് ചൂണ്ടി ലച്ചുവിനോടും സ്വാതിയോടും മര്യാദയ്ക്ക് തന്റെ കൂടെ വരാനായി അറിയിച്ചു. ഇവരിൽ ഏതെങ്കിലും ഒരാളുടെ ജീവൻ താൻ എടുക്കുമെന്നും ഇല്ലെങ്കിൽ ആപത്തൊന്നും സംഭവിക്കരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രണ്ടുപേരും എന്നോടൊപ്പം മര്യാദയ്ക്ക് ആ കാറിൽ വന്ന് കയറിക്കൂ, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ് കാറിലേക്ക് കയറാനായി ലച്ചുവിനോടും സ്വാതിയോടും കവിത ആക്രോശിക്കുന്നു. അങ്ങനെ കവിതയുടെ ആ ഭീഷണിക്ക് വഴങ്ങാൻ അവർ നിർബന്ധിതരായി. അവസാനം ലച്ചുവും സ്വാതിയും കവിത പറഞ്ഞ കാറിലേക്ക് കയറുന്നു. സ്വാതിയെ അവിടെ നിർത്തിയിട്ട് ലച്ചു തനിച്ചു വരാമെന്ന് ലച്ചു പറയുമ്പോൾ കവിത പറയുന്നു, ഞാൻ നിന്നോടാ പറഞ്ഞത്, നീ എന്റെ നേരെ ആജ്ഞാപിക്കേണ്ട കാര്യമില്ല എന്നും ഞാൻ എന്ത് പറയുന്നു അതനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് കാറിൽ കയറാനാ ഞാൻ പറയുന്നത് എന്ന് ഭീഷണി ഉയർത്തി സ്വാതിയോടും ലച്ചുവിനോടും കാറിലേക്ക് കയറാൻ അറിയിച്ചു. രണ്ടുപേരും ഭയന്ന് വിറച്ചുകൊണ്ട് വേഗം ആ കാറിലേക്ക് കയറി. ഈ നിമിഷം എല്ലാവരെയും നോക്കി വലിയൊരു അട്ടഹാസം മുഴക്കി കവിത അവരെ ഇരുവരെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് സഞ്ജു അവർക്ക് പിന്നാലെ തന്നെ കാറുമെടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു. സഞ്ജു അവിടെ നിന്ന് പോകുന്ന ആ നിമിഷത്തിൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാൻ പാടില്ലാതെ ഗോവിന്ദ് മറ്റുള്ളവരുമെല്ലാം ആശങ്കയോടെ നോക്കി നിൽക്കുമ്പോൾ ലച്ചുവിന്റെയും സ്വാതിയുടെയും ജീവൻ ആപത്തൊന്നും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇരുവരെയും ജീവൻ രക്ഷിക്കാനായിട്ട് സഞ്ജു വേഗം തന്നെ അവിടേക്ക് പുറപ്പെട്ടു. ഈ സമയത്ത് സഞ്ജുവിന്റെ ക്ഷണമനുസരിച്ച് മണ്ഡപത്തിലേക്ക് സച്ചിയും എത്തിക്കഴിഞ്ഞു. സഞ്ജു അവിടേക്ക് പുറപ്പെട്ടു എന്നറിഞ്ഞ ആ നിമിഷം സഞ്ജുവിനോടൊപ്പം പിന്നാലെ സച്ചിയും ഈ സംഭവങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങി. അവസാനം സഞ്ജു മുന്നറിയിപ്പ് നൽകിയ സഞ്ജു നേരത്തെ തന്നെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ വേണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിൽ നേരത്തെ തന്നെ പരാതിപ്പെട്ടതിന്റെ പിൻബലത്തിൽ അവിടേക്ക് പോലീസ് സംഘവും എത്തുന്നു.
ഈ സമയത്താണ് അവിടുന്ന് കവിത രണ്ടുപേരെയും തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വിവരം പോലീസ് സംഘവും അറിയുന്നത്. ഉടനെ തന്നെ ഏവരും കവിത പോയ ഭാഗത്തേക്ക് തന്നെ പോലീസ് സേനയും പുറപ്പെട്ടു. അവസാനം സ്വാതിയെയും ലച്ചുവിനെയും തന്റെ തോക്കിൻ മുനയ്ക്ക് മുന്നിൽ നിർത്തിക്കൊണ്ട് ലച്ചുവിനോടും സ്വാതിയോടും കവിത പറഞ്ഞു, നിങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ നിമിഷം മംഗലശ്ശേരിയിലുള്ള എല്ലാ സ്വത്തുക്കളും തന്റെ പേരിൽ എഴുതി വെക്കാൻ മുത്തശ്ശനോടോ സഞ്ജുവിനോടോ പറയുവാനായിട്ട് കവിത അറിയിച്ചു. ആ വാക്കുകൾ കേട്ട സ്വാതി ഭയത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ ലച്ചു കവിതയോട് പറഞ്ഞു, കവിതേച്ചി എന്നെ വേണമെങ്കിൽ ഇല്ലാതാക്കിക്കോ, എന്റെ ചേച്ചിയെ വെറുതെ വിടണം എന്ന് പറഞ്ഞ് ലച്ചു കവിതയോട് സമാധാന രൂപേണ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ കവിത പറഞ്ഞു, നീയാണ് എന്നും എന്റെ ശത്രുവായി എനിക്ക് മുന്നിൽ വലിയൊരു പ്രതിബന്ധമായി നിന്നത് നീയാണ്. എന്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയാതെ തടസ്സങ്ങൾ സൃഷ്ടിച്ച് എന്നും എനിക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയത് നീ മാത്രമാണ്. അതുകൊണ്ട് നിന്നെയാണ് ഞാൻ ആദ്യം ഇല്ലാതാക്കുക. എനിക്ക് നിന്റെ ജീവൻ എടുക്കണമെന്ന് ആഗ്രഹമൊന്നും തന്നെയില്ല. പക്ഷേ സ്വാതിയുടെയും സഞ്ജുവിന്റെയും ജീവിതത്തിൽ അവർക്ക് സമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഇവിടുന്ന് ജീവനോടെ പോകാം. ഇല്ലെങ്കിൽ ഈ നിമിഷം സ്വാതിയും കുഞ്ഞും എൻ്റെ ഈ തോക്കിലെ വെടിയുണ്ടയ്ക്ക് ഇരയായിത്തീരും. അതോടൊപ്പം തന്നെ ഈ നിമിഷം തന്നെ ഇതിനെല്ലാത്തിനും ഉത്തരവാദിയായി ലച്ചു നീ ജയിലിലേക്ക് പോകേണ്ടിയും വരും. എന്താ അത് വേണോ എന്ന കവിതയുടെ ചോദ്യത്തിന് പകച്ചുകൊണ്ട് ലച്ചു പറഞ്ഞു, കവിതേച്ചി ഒന്നും ചെയ്യല്ലേ കവിതേച്ചി എന്ന് പറഞ്ഞ് ആശങ്കയോടെ ലച്ചു സ്വാതിയെ രക്ഷിക്കാനായി കവിതയുടെ തോക്കിന് മുന്നിലേക്ക് എടുത്തു ചേർന്നു. ആ സമയത്ത് അവിടേക്ക് സഞ്ജുവും എത്തിക്കഴിഞ്ഞു. സഞ്ജു അവിടേക്ക് വരുമെന്ന് മനസ്സിലാക്കിയ കവിത തന്റെ ഗുണ്ടാ സംഘത്തെ നേരത്തെ തന്നെ അവിടെ സഞ്ജുവിനെ പിടിച്ചു നിർത്താനായി നേരത്തെ അവിടെ തയ്യാറാക്കി നിർത്തിയിരുന്നു. സഞ്ജു അവിടെ വന്നിറങ്ങിയ ആ നിമിഷം ആ ഗുണ്ടകൾ സഞ്ജുവിന് മേലെ പാഞ്ഞെടുത്തു. സഞ്ജുവിന്റെ മേലേക്ക് ചാടി വീണ് സഞ്ജുവിനെ അവിടെ ബന്ധനസ്ഥനാക്കി നിർത്തുമ്പോൾ ലച്ചുവിന്റെയും സ്വാതിയുടെയും ജീവന് വേണ്ടി സഞ്ജു മുറവിളി കൂട്ടുന്ന സമയത്ത് അവരെ രണ്ടുപേരെയും ഒരുമിച്ച് ഇല്ലാതാക്കാനായുള്ള സന്തോഷത്തിലും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലും കവിത ആ തോക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഒരു വെടിയുച്ചയുടെ ശബ്ദം കേട്ടു. എല്ലാവരും ഞെട്ടിത്തരിച്ചങ്ങ് നിൽക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്നും ആരാണ് മരണപ്പെട്ടതെന്നും ആരാണ് കവിതയുടെ തോക്കിനിരയായത് എന്നും അറിയാതെ ആശങ്കയോടെയും പകപ്പോടെയും കണ്ണടച്ചങ്ങനെ ഏവരും നിന്നു. അല്പസമയത്തിനുള്ളിൽ സഞ്ജു ഭയന്നു വിറച്ച് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവർക്ക് മുന്നിൽ ലച്ചുവും സ്വാതിയും ഒന്നും സംഭവിക്കാതെ നിൽക്കുന്നു. എന്താ സംഭവിച്ചതെന്നറിയാതെ ഞെട്ടലോടെ നോക്കുമ്പോൾ അവർക്ക് മുന്നിലായി തോക്ക് പിടിച്ച് നിന്നിരുന്ന കവിത ജീവനറ്റ ശരീരമായി നിലത്ത് കിടക്കുന്നു. രക്തത്തിൽ കുതിർന്ന് നിലത്ത് വീണ് കിടക്കുന്ന ആ കവിതയുടെ ശരീരത്തെ നോക്കി ഞെട്ടലോടെ അവർ നോക്കി. എന്താ സംഭവിച്ചതെന്നറിയാതെ ആകെ പകപ്പോടെ അങ്ങനെ നിൽക്കുമ്പോൾ അവസാനം കവിത എല്ലാവരുടെയും ജീവനെടുക്കുമെന്ന് വെല്ലുവിളിച്ച് അവസാനം എല്ലാവരുടെയും ജീവൻ ഇതോടെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞെന്ന ആ നിമിഷത്തിൽ കവിതയുടെ ജീവൻ എടുക്കാനായി മറ്റാരും അറിയാതെ അവിടേക്ക് എത്തിയതായിരുന്നു മംഗലശ്ശേരിയിലെ ഗംഗാധര പണിക്കർ. അവസാനം താൻ ജന്മം നൽകിയ തന്റെ മകളെ, തന്റെ കുടുംബത്തിന് സർവനാശം സംഭവിക്കാൻ ഇടയാക്കിയവളെ, തന്റെ കുടുംബത്തിന്റെ സൽപ്പേരും സമാധാനവും നഷ്ടപ്പെടുത്തിയ തന്റെ മകളെ ആ കൈകൊണ്ട് തന്നെ അച്ഛൻ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും എൻ്റെ കുടുംബത്തുള്ള ഇനി ജീവിച്ചിരിക്കുന്ന എൻ്റെ മക്കൾക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകണം. ഒരിക്കലും അവരുടെ ജീവിതത്തിലോ അവരുടെ ഓർമ്മയിലോ അവരുടെ സ്വപ്നത്തിലോ ഒരു ഭയമായിട്ടോ ഒരു പേടി സ്വപ്നമായിട്ടോ ഇവൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വസുമതിയുടെ ജീവൻ എടുത്ത ഇവളെ അന്ന് തന്നെ ഞാൻ തീർക്കേണ്ടതായിരുന്നു. എന്നാൽ ഇനി ഇവൾ ആർക്കും ഒരു ഭീഷണിയായി ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രായത്തിലെങ്കിലും എനിക്കൊരു നല്ല പ്രവൃത്തി ചെയ്യണം, നല്ല കർമ്മം ചെയ്യണം. അതുകൊണ്ട് എൻ്റെ പേരക്കുട്ടികൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ, എൻ്റെ മക്കൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ ഈ ഒരു സൽക്കർമ്മം ചെയ്തു എന്ന് പറഞ്ഞ് മുത്തശ്ശൻ കയ്യിൽ ആ തോക്കുമായി അങ്ങനെ നിൽക്കുമ്പോൾ ലച്ചുവും സഞ്ജുവും സ്വാതിയും എന്ത് പറയണമെന്നറിയാതെ, മുത്തശ്ശന്റെ ആ പ്രവൃത്തിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും പകച്ചും അതിശയപ്പെട്ടും ആശങ്കയിലും മുത്തശ്ശന് നേരെ നോക്കി സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലച്ചുവും സ്വാതിയും എല്ലാം നിൽക്കുന്നു. ഈ നിമിഷം മുത്തശ്ശൻ ലച്ചുവിനോട് പറഞ്ഞു, മോളെ ലച്ചു, മുത്തശ്ശന് ഒരാഗ്രഹം കൂടിയുണ്ട്. എൻ്റെ പൊന്നുമോള് അതുകൂടി ഈ മുത്തശ്ശന് വേണ്ടി സാധിച്ചു തരണം. മുത്തശ്ശന്റെ അവസാന ആഗ്രഹമാണ്. ഇനി എന്നാണ് മുത്തശ്ശൻ മടങ്ങി എത്തുക എന്നോ ഇനി ഒരു മടങ്ങി വരവുണ്ടോ എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് ഈ മുത്തശ്ശന് വേണ്ടി ഒരു കാര്യം കൂടി മോള് ചെയ്യണം. എനിക്ക്
മോളുടെയും ഗോവിന്ദന്റെയും വിവാഹം കാണണം, നിങ്ങളുടെ വിവാഹം കാണണം. എന്റെ പൊന്നുമോളുടെ കഴുത്തിൽ ഗോവിന്ദന്റെ താലി വീഴുന്നത് ഈ മുത്തശ്ശന് കാണണം. എന്റെ മോള് സുമംഗലിയായി സന്തോഷത്തോടെ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടാകണം. അതിനുവേണ്ടി എന്റെ മോളുടെ വിവാഹത്തില് കൂടി ഈ മുത്തശ്ശന് പങ്കുചേരണമെന്ന് ആഗ്രഹമുണ്ട്. ആ കാഴ്ച കൂടി മുത്തശ്ശന് കാണണമെന്ന് ഗംഗാധര പണിക്കർ ലച്ചുവിനോട് ആവശ്യപ്പെട്ടു. അവസാനം ലച്ചു മുത്തശ്ശന്റെ ആഗ്രഹം സഫലമാക്കുന്നതിനായി ഗോവിന്ദന്റെ ഭാര്യയാകാനായി തയ്യാറെടുത്ത് ആ മണ്ഡപത്തിലേക്ക് സന്തോഷപൂർവ്വം കയറി ചെല്ലുന്നു. എല്ലാവരും സന്തോഷത്തോടെ ലച്ചുവിന്റെ വിവാഹത്തിൽ പങ്കുചേരാനായി സമാധാനപൂർവ്വം ഏവരും ആ മുഹൂർത്തത്തിന് സാക്ഷികളായി അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അവസാനം ആ മുഹൂർത്തം എത്തിക്കഴിഞ്ഞു. ഗോവിന്ദ് ലച്ചുവിന്റെ കഴുത്തിൽ താലിമാല ചാർത്തുവാനുള്ള ആ മംഗള മുഹൂർത്തത്തിലേക്ക് കടന്നു. അങ്ങനെ എല്ലാവരുടെയും ആശീർവാദത്തോടെയും ഹർഷാരവത്തോടെയും സന്തോഷത്തോടെയും ഗോവിന്ദ് ലച്ചുവിന്റെ കഴുത്തിൽ താലി ചാർത്തുന്നു. ആ മംഗള മുഹൂർത്തത്തിന് സാക്ഷിയായി സഞ്ജുവും സ്വാതിയും മുത്തശ്ശനുമെല്ലാം അങ്ങനെ നോക്കി നിൽക്കെ എല്ലാം ശുഭപര്യവസാനമായി എന്ന സമാധാനത്തിൽ മംഗലശ്ശേരി എന്നേക്കുമായി മുക്തമായി എന്നുള്ള ആ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ദക്ഷയും മകളും അവിടേക്ക് എത്തിച്ചേരുന്നു. സ്വാതിയെ സ്വാതിയെയും അപായപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ദക്ഷയെ എന്നേക്കുമായി തകർത്തെറിയാനായി സഞ്ജനയുടെ മരണം ഉറപ്പുവരുത്തുക എന്ന കവിതയുടെ ആ ലക്ഷ്യവും അങ്ങനെ കവിതയെ ഇല്ലാതാക്കിയതിലൂടെ അവസാനിച്ചതിന്റെ സന്തോഷത്തിൽ ദക്ഷ മംഗലശ്ശേരിയിലേക്ക് വന്നെത്തുന്നു. ലച്ചുവിന്റെ വിവാഹം കഴിഞ്ഞ് സുമംഗലിയായി ഗോവിന്ദനോടൊപ്പം നിൽക്കുന്ന ആ മുഹൂർത്തത്തിൽ ദക്ഷ മകളെയും കൂട്ടി അവിടേക്ക് എത്തുകയും ഇനിയും ഞാൻ ഈ പകയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നും ഇത്രയും നാളും എന്റെ മനസ്സിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണ എനിക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞു. എന്റെ മോളുടെ ജീവന് ആപത്തുണ്ടാക്കിയ കവിതയെ അവളുടെ ആ സർവനാശം അവൾ തന്നെ സ്വയം വരുത്തി വെച്ചതാണെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഇനി മംഗലശ്ശേരിക്ക് ഒരു ഭീഷണിയായോ മംഗലശ്ശേരിയെ തകർക്കുമെന്നുള്ള ഉദ്ദേശത്തോടെയോ ഇനി ഈ ദക്ഷ ഇവിടെ ഉണ്ടാവില്ലെന്നും ഞാനും മകളും ഇവിടെ നിന്ന് പോവുകയാണെന്നും എല്ലാവർക്കും സർവ്വമംഗളങ്ങളും നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷയും മകളും അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്കും തിരിക്കുന്നു.